ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴയ തടസ്സങ്ങൾ അന്വേഷണം ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം. വിക്ടിങ്ങളുടെ പേരുകളല്ല ഇന്ന ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട്. വേട്ടക്കാരനാണോ പോലും അറിയത്തില്ല. പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു പ്രോസസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുകളും ഉണ്ടെങ്കിൽ എല്ലാ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ ജോലി, അയാളുടെ പ്രൊഫഷൻ, അയാളുടെ കുടുംബം എല്ലാം ഒരു സ്ഥലത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയെ അനുശാസിക്കുന്ന പ്രോസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാക്കണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. സംസാരിക്കാം. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. മൈക്ക് അവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇല്ല, ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച്. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സോ ഇറ്റ്സ് അപ് ടു ദി ഗവൺമെന്റ്. ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനോ നിങ്ങളോ അല്ല, അധികാരത്തിരിക്കുന്ന ആൾക്കാരാണ്. ബൈ ഓൾ മീൻസ്. രാജു, ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നുവെന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? ഹേമ കമ്മീഷണർ ആദ്യം സംസാരിച്ച ആൾക്കാരുണ്ടാവാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോകുന്ന എനിക്ക് ആകാംക്ഷയുണ്ട്. താങ്കളുടെ സഹപ്രവർത്തക സമാനതയിൽ താങ്കളുടെ സഹപ്രവർത്തകർക്ക് വലിയ അപകടം സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പുറത്തൊപ്പം നിന്നതാണ്. അന്ന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അത് കാര്യമായ ഫോളോ അപ്പ് ഉണ്ടായില്ല. വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു. ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാതെ ഇമെയിലേക്ക് കിടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വളരെ പരിതാപകരമാണ്. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതിനെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു മൈക്ക് കൊടുക്കണം. അല്ല, ഒരു വർക്ക് ചെയ്യുന്ന മൈക്ക് കൊടുക്കും. ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ 4-5 പേർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ്. അതുപോലെ അമ്മ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ പ്രൈം ടൈമുകളിൽ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്നത് ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നു?
അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതി. സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. പക്ഷേ ഒരു സിദ്ദിഖ് തന്നെ പടി ഇറങ്ങേണ്ട വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഈ സിദ്ദിഖ് മാറിയ ശേഷം ആ ചുമതലയിലേക്ക് വന്ന നടൻ ഇപ്പോൾ ഒരു ആരോപണം തരുന്നത് സ്വാഭാവികം ആ നടൻ ഈ സ്ഥാനം മാറുന്നത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.